ഇന്നത്തെ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ എനിക്കെപ്പോഴും പേടിയാണ്. എന്ത് ധൈര്യത്തിലാണ് ഈ ഗോസ്പൽ വായിക്കേണ്ടത്? പ്രത്യേകിച്ച് ഒരു 12 വർഷമൊക്കെ സെമിനാരി പഠിച്ച് കർത്താവിൻ്റെ പേരിൽ ഇറങ്ങി തിരിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ ത്യാഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ പുരോഹിതനായിട്ട് ജീവിക്കുമ്പോൾ ഈ ഗോസ്പൽ വായിക്കുമ്പോൾ എനിക്കൊത്തിരി പേടിയാണ്. ഞാൻ മാത്രമല്ല, എല്ലാ അച്ഛന്മാരും വേണമെങ്കിൽ സിസ്റ്റേഴ്സും കൂടെ പേടിച്ചോളാം. കാര്യം ജനങ്ങളുടെ മുമ്പിൽ നമ്മളൊക്കെ അറിയപ്പെടുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരെന്നാണ്. ഇനി അച്ഛന്മാർ സിസ്റ്റേഴ്സ് മാത്രമല്ല, കുറേ അധികം നല്ല വിശ്വാസികളുണ്ട്, നല്ല അൽമാരുണ്ട്, കർത്താവിന് വേണ്ടി ബൈബിൾ മുറുകെ പിടിച്ച് പള്ളിയിൽ ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്നവർ. നിങ്ങൾക്കൊരു ചലഞ്ചാണ് ഈ ഗോസ്പൽ. ആരൊക്കെയാണോ കർത്താവിൻ്റെ നാമത്തിൽ ജീവിക്കുന്നത്, ഈ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അവരെല്ലാവരും ഒന്ന് പേടിക്കണം. കാര്യം നമുക്ക് എല്ലാവർക്കും ഒന്ന് ചലഞ്ചാണ് ഈ ഗോസ്പൽ. ഇത് ഗോസ്പൽ യേശു പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പള്ളി വന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ നൊവേന ചൊല്ലി, എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവചിച്ചു, എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, എൻ്റെ നാമത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയെന്നുണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അവസാനം അവിടെ എത്തുമ്പോൾ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ട് പോലും കാണില്ല. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, എനിക്ക് നിങ്ങൾ അറിഞ്ഞുകൂടാ. ഇങ്ങനെ നമ്മുടെ കർത്താവ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത്രയും കാലം കർത്താവിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു, ജീവിച്ചു, മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നാളെ സ്വർഗത്തെത്തുമ്പോൾ കർത്താവെ നോക്ക്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, പള്ളിയിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, നൊവേന ചൊല്ലിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് കർത്താവ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ ജീവിതത്തിൽ ജീവിക്കുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പിരിച്വാലിറ്റിക്ക് ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? നമുക്ക് കർത്താവിനെ അറിയാം. ആ കർത്താവിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ കർത്താവിനെ അനുകരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആ കർത്താവിനെയാണ് മറ്റുള്ളവരെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ നമുക്കറിയാവുന്ന കർത്താവിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, പ്രഘോഷിക്കുന്നുണ്ട്, പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഇത്രയും കാലം നമ്മളറിയാമെന്ന് പറഞ്ഞു നടക്കുന്ന ക്രിസ്തുവിന് നമ്മളെ അറിയാമോ? അതാണ് ഈ ഗോസ്പൽ ചോദിക്കുന്ന ചോദ്യം. നമ്മളറിയാമെന്ന് പറഞ്ഞു നടക്കുന്ന ക്രിസ്തുവിന് നമ്മളെ അറിയാമോ? അറിയില്ലെന്നവൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി മുതൽ നമ്മുടെ സ്പിരിച്വാലിറ്റി മാറ്റം വരുത്തണം. അവൻ നമ്മളെ അറിയുന്നു എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. നമ്മൾ അവനെ അറിയുന്നു എന്നുള്ളതല്ല, അവൻ നമ്മളെ അറിയുന്നു. അവൻ നമ്മളെ അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൃത്യമായ ഉത്തരം യേശു തന്നെ പറയുന്നുണ്ട്. എൻ്റെ വചനം പാലിക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ സ്വഗരായത്തിനടുത്താണ്. അവന് മാത്രമേ സ്വഗരായത്തിൽ എൻട്രി ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൂടെയുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുന്നതിനോട് നിങ്ങൾ 1 രൂപ നാണയം വെച്ച് കൊടുക്കാൻ തക്ക വിധത്തിൽ കരുണ കാണിക്കുന്നുണ്ടോ? ഇങ്ങനെ ബേസിക്കായിട്ട് നന്മയും കരുണയും പുണ്യങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് സ്വർഗരാജ്യത്തിനടുത്ത്. ബാക്കിയുള്ളവരൊക്കെ അകലെയാണ്. എന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന സഹോദരന് ദൈവത്തെ കാണുന്നവനെല്ലാവരും സ്വർഗരാജ്യത്തിനടുത്താണ്. അവനെ ക്രിസ്തു കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അതാണല്ലോ കവി പാടിയത്. അടുത്ത് നിൽപ്പോർ അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർ കരൂപനീശൻ അദൃശ്യനായാൽ അതിൽ ആശ്ചര്യം. അടുത്ത് നിൽക്കുന്ന സഹോദരന് ദൈവത്തെ കാണാൻ പറ്റിയില്ലെങ്കിൽ കണ്ണിൽ പോലും കാണാത്തൊരു ദൈവത്തെ എങ്ങനെ നിങ്ങൾ കാണാൻ കഴിയും? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.